ഹലോ ഗൈസ്. സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ചിട്ട് ചിലപ്പോൾ ഒരു പത്രം വായിക്കും, ഒരു ബെഡ് കോഫിയോ ചായയോ കുടിക്കും, അല്ലേ? എന്നാൽ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ബിരിയാണി കഴിക്കാനാണ്. ഇന്നത്തേത് ഒരു ബിരിയാണി കഥയാണ്. മലയാളം യൂട്യൂബേഴ്സും ചാനലുകളും ഒരുപാട് ഹൈപ്പ് കൊടുത്ത് കൊമ്പത്ത് കയറ്റിയ ഒരു സ്ഥലം ബിരിയാണി. ഇന്നത്തെ യാത്ര അങ്ങോട്ടാവും. രാവിലെ തന്നെ ബിരിയാണി കഴിക്കാൻ ഇവനെന്താ വട്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പലതവണ പോയിട്ടുണ്ട്. ഉത്സവപ്പറമ്പിലെ ഒരു വൈബാണ്. ഇപ്പം കുറച്ച് മാസമായി പോയിട്ട്, നോക്കാം ഇപ്പോഴും ആ വൈബ് ഉണ്ടോയെന്ന്. നമ്മളിപ്പം ഹോസ്കോട്ടെ ടോൾ ഗേറ്റിന് അടുത്തായി. രാവിലെയാണ് സമയം. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് കാര്യമില്ല. ടോൾ ഗേറ്റ് കുറച്ച് പോയാൽ മതി. ശരിക്കും ഹോസ്കോട്ടെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ആന്ധ്രയ്ക്ക് പോണ ഒരു വഴിയുണ്ട്, മുൾബഗൾ അതൊക്കെ പോണ ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്ഥലം എത്തിക്കും. എനിക്ക് മനസ്സിലാവില്ല ഇതാണ്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. രാവിലെ നമ്മുടെ എവിടെയും കണ്ടിട്ടുണ്ടോ ആൾക്കാർ ഇത്രയും ഹെവി ഫുഡ് കഴിക്കണത് അല്ലേ? എനിക്കിതിൻ്റെ പണ്ടൊക്കെ ആൾക്കാർ ജോലിക്കൊക്കെ പോവില്ലേ, അത് പാഴ്സലാണ്. താങ്ക് യു. I'll be going out. താങ്ക് യു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ ഇല്ലേ, ആ രാവിലെ വന്ന പോലെയല്ല, ആൾക്കാരിങ്ങനെ പല സമയത്ത് വരുമെന്ന് തോന്നുന്നു. ആ തിരക്കിൻ്റെ പരിപാടി ഇവർ എനിക്ക് തോന്നണേ പണ്ട നേരത്തെ അടയ്ക്കുമായിരുന്നു, ഇപ്പം കുറച്ചും കൂടെ കഴിഞ്ഞാൽ തോന്നുന്നു അടയ്ക്കണം. അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഇങ്ങോട്ടേ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ വരാറുണ്ട്. ഈ തവണ അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഓർത്ത് വീഡിയോ എടുക്കാം, നിങ്ങളെയൊക്കെ കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്ത് വീഡിയോ എടുക്കാമെന്ന് ഓർത്തതാണ്. എന്താണ് ഈ തവണ പോയിട്ട് അത്ര തിരക്കില്ല. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട് അവിടെ, നല്ല ക്യൂ ആയിരിക്കും. 5:30 ആകുമ്പോൾ തന്നെ നല്ല ക്യൂ ആയിരിക്കും അവിടെ. പക്ഷെ ഇന്ന് അത്രയും ക്യൂ ഇല്ലായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു 8 മണിക്ക് പോയാലും ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റേ അങ്ങനെയൊന്നും അല്ല കാര്യം. അവിടെ ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിട്ടാറൊന്നുമില്ല ഫുഡ്. ആകെ ആഴ്ചയിൽ 3 ദിവസം കിട്ടും. ചുമ്മാ വെള്ളി ഞായർ നോക്കാം, നമുക്ക് തുറന്നു നോക്കാം. മട്ടൺ ബിരിയാണിയാണ്. ഏകദേശം പീസുകളുണ്ട്, 7 പീസുണ്ട്. വേവാണെങ്കിലും കുഴപ്പമില്ല ബിരിയാണിക്ക്. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ലതാണ്. കുറച്ച് എരിവ് കൂടിയ ടൈപ്പ് ബിരിയാണിയാണത്. നമ്മുടെ തമിഴ്നാട് ആന്ധ്ര സ്റ്റൈൽ ബിരിയാണി. കഷ്ണങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. എരിവ് കുറച്ച് കൂടുതലായിരിക്കും. ബിരിയാണിയുടെ കൂടെ ഒരു കട്ടൻ കാപ്പി, ഇവനാണ് കോംബോ. ഹലോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.